അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്ന ക്രാഫ്റ്റ് ഈ ടിഷ്യൂ ഒക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഒരു ടെക്സ്ചർ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു വേർഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളതൊരു നൈറ്റ് സ്കൈയുടെ തീമാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് നല്ല നല്ല ഇമേജസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും നൈറ്റ് സ്കൈ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നൈറ്റ് സ്കൈൻ്റെ കളേഴ്സ്, അതായത് ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്യാൻവാസിലേക്ക് അടിച്ചു കൊടുക്കുക. എന്നിട്ട് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ക്ലൗഡിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് വൈറ്റ് പെയിൻറ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിൻ്റെ അകത്തേക്ക് ഫെവിക്കോളും അതുപോലെ തന്നെ വൈറ്റ് പെയിൻറ്റ്, നമ്മളിവിടെ ക്ലൗഡാണല്ലോ ചെയ്യുന്നത്, അത് കാരണം കൊണ്ട് വൈറ്റ് പെയിൻറ്റ് അതും കൂടെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്ലൗഡിനകത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ടെക്സ്ചർ ചെയ്ത് കൊടുക്കുമ്പം നല്ല ഭംഗിയിൽ ടെക്സ്ചർ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യെല്ലോ കളറിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് സ്റ്റാർസും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ ഈ നൈറ്റ് സ്കൈ കാണാനായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഈ നൈറ്റ് സ്കൈയിൽ എവിടെ നിന്നാണ് വൈറ്റ് ക്ലൗഡ് വരുന്നതെന്നുള്ള സംശയം നിങ്ങളെപ്പോലെ എനിക്കും തോന്നിയത്. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. എന്നിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.